Why not we bring our own tradition back? ചെറുക്കന്മാർക്കൊക്കെ ഭയങ്കര കുറവും ഒക്കെ പോലെയായിരുന്നു. So they did not want to help me. In my menu, you'll find all of it. You get the authentic Portuguese cuisine here. ഇതൊരു 10 വയസ്സ് തുടങ്ങിയിട്ടുള്ള ഒരു മോഹമാണ്. ഞാൻ ഖത്തറിലാണ് പഠിച്ചത്. അവിടെ ഓപ്ഷൻസ് കുറവായിരുന്നു. കലിനറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അപ്പം നാട്ടിൽ വന്ന് പഠിക്കാനുള്ള സാഹചര്യം കുറവാണ്. ഇവിടെ നമുക്ക് അധികം റിലേഷൻസ് ഇല്ലായിരുന്നു, നിന്ന് പഠിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കംഫർട്ട് ഇല്ലായിരുന്നു. അപ്പം അവിടെ എന്താണ് അവൈലബിൾ അത് പഠിക്കേണ്ടി വന്നു. പ്രൊഫഷണലി ഞാൻ എയർലൈൻ ഫീൽഡാണ് എടുത്തത്. അപ്പോൾ ഖത്തർ എയർവേസിലായിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പം നാട്ടിൽ വരാനും അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പാഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടിട്ട് അത് ചെയ്യാനും ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉണ്ടായത്. എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ ആദ്യം ഫ്രാഞ്ചൈസി മോഡൽ നോക്കി. എന്നെ സംബന്ധിച്ച് ഫ്രാഞ്ചൈസി ചെയ്യുമ്പം എൻ്റേതായിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരില്ല. സോ വി എൻഡഡ് അപ്പ് ഇൻ സ്റ്റാർട്ടിങ് അവർ ഓൺ. ഓണായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് പുതിയതാണ്, നമ്മൾ നാട്ടിലധികം പരിചയമില്ല. ചെയ്തപ്പോൾ കുറേ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ പിന്നെ ഒരു 2 ഇയേഴ്സിൻ്റെ സ്ട്രഗിൾ കഴിഞ്ഞിട്ടാണ് ഫൈനലി ഇപ്പോൾ ഉള്ള റോച്ചാസിനെ ഡിറൈവ് ചെയ്തെടുത്തേക്കുന്നത്. വി ആർ ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പം നമ്മളുടെ സർനെയിമാണ് ഈ പറഞ്ഞ റോച്ച. അന്നത്തെ കാലത്ത് ഈവൻ റോച്ച ഫാമിലീനെ കുറിച്ചിട്ടൊരു ബുക്കും ആർട്ടിക്കിളൊക്കെ ഉണ്ടായിരുന്നു. വിച്ച് എൻ്റെ ജനറേഷനല്ല, മേ ബി ലൈക്ക് 2 or 3 ജനറേഷൻസ് ഹെഡ്. വി ഹാവ് എ പോർച്ചുഗീസ് റിലേഷൻ. അപ്പോൾ നമ്മൾ റോച്ചാസ് ചെയ്തപ്പം ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡുകളുണ്ട്. സോ വൈ നോട്ട് വി ബ്രിങ് അവർ ഓൺ ട്രഡീഷൻ ബാക്ക്. സോ വി എൻഡഡ് അപ്പ് ഇൻ ദ സെയിം തിങ് വാട്ട് വി വർ യൂസ് ടു ഡു. പണ്ടൊക്കെ ആംഗ്ലോ ഇന്ത്യൻ കല്യാണത്തിൽ ട്രഡീഷണലും ഒത്തൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സംതിങ് കോൾഡ് ഡിഷ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് യു ഗെറ്റ് റൈസ്, ലൈക്ക് ബോയിൽഡ് റൈസ്, യു ഗെറ്റ് ക്യാബേജ് തോരൻ, ദെൻ ഒക്രാസ് എന്ന് വെച്ചാൽ ലേഡീസ് ഫിംഗർ ഫ്രൈ ചെയ്തത്, ആൻഡ് ദിൽ ബി പോർക്ക് കട്ട്ലറ്റ്, ദിൽ ബി മീറ്റ് കട്ട്ലറ്റ്, ദിൽ ബി എന്താ പറയുക മസ്റ്റർഡ് സോസ്, അങ്ങനെ ഒരു ഡിഷുണ്ട്. ബട്ട് ഇപ്പോൾ അതൊക്കെ മാറി പോയി. അപ്പോൾ ആൾക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷൻസിനും അറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തിരിച്ച് ബാക്ക് ടു റൂട്ട്സ് എന്നുള്ള രീതിയിൽ തിരിച്ച് കൊണ്ടുവരാനും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സോ കോൾ പോർച്ചുഗീസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്തത്. ആൻഡ് സംതിങ് വിച്ച് ഇസ് റെയർ. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ആൻഡ് എവറിത്തിങ് ഇസ് ബീൻ ഷെയർഡ് ബൈ ജനറേഷൻസ് ആഫ്റ്റർ ജനറേഷൻസ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടിട്ട് ഇറ്റ്സ് ഈസി to do it, look into that authentic thing and then remake it. Way people accept it. If you look into my menu, there are like variety food. Some people like spicy and tangy, some like little more subtle like flavors arikku ishtam, and some like endha paraya extravagant ആയിട്ട് ചീസും അങ്ങനെയുള്ള ഇഷ്യൂ കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ. So in my menu you will find all of it, but in a limited quantity. So if you say spicy thing, you get the authentic Portuguese cuisine here. So നമ്മൾ ചെയ്യുന്നത് പെരി പെരി, നമ്മൾ മാരിനേഷൻസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. We don't buy anything from out. Anybody comes into Rochas, we ask them what is your palate like. അവരുടെ palate എന്താണോ, then accordingly we tell them, okay, you can choose. If you want something really spicy and tangy and with a lot of punch, go for the Portuguese kitchen. Or if you want something like Asian, we ask them to take it. Once they try it, then they'll definitely come back again for it. So we give it in our own style. ഡിഷ് ഉണ്ടാക്കിയത് ഐ റിമെമ്പർ, സ്റ്റിൽ റിമെമ്പർ. അന്ന് ടി വിയിൽ ഖാന ഖജാന വരും സഞ്ജീവ് കപൂറിനെ. സോ ഐ റിമെമ്പർ ദിസ് ഡിഷ് പർട്ടിക്കുലർലി ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ടി വി. പേപ്പറും ബുക്കൊക്കെ എടുത്തിട്ട് ഐ എം നോട്ടിങ് ഇറ്റ് ഡൗൺ. സോ ഐ മെയ്ഡ് എ പൊട്ടേറ്റോ സൂപ്പ് ആക്ച്വലി. എന്ത് പരീക്ഷണം ചെയ്താലും ഐ ട്രൈ ഇറ്റ് ഓൺ ടു മൈ ഡാഡ് ആൻഡ് ഐ വാസ് സോ ഹാപ്പി ദാറ്റ് ഞാനത് ഹീറ്റ് ചെയ്തു, തിരിച്ചുകൊണ്ട് അതിനെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഹി ട്രൈ ഇറ്റ് ഔട്ട്.
കഴിച്ചു ആള് എൻ്റെ മുമ്പിൽ നിന്ന് ഫുള്ളും കഴിച്ചു. ബട്ട് ദെൻ നൗ ഐ റിയലൈസ് ഐ ഡിഡ് എവറിഥിങ് ബട്ട് എക്സെപ്റ്റ് ഫോർ കുക്കിംഗ് ദ പൊട്ടറ്റോ ഇൻ എ പ്രോപ്പർ വേ. അപ്പോൾ പൊട്ടറ്റോ കുക്കായിട്ടുണ്ടായിരുന്നില്ല, ബട്ട് ടു കീപ് മീ ഹാപ്പി ഹി ഹാഡ് ഇറ്റ് ഫുൾ. അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടി വന്നപ്പം ഐ നോ നമ്മളിതിനകത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ദിസ് നമ്മളെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. സോ ഐ ഡിഡ് എ കോഴ്സ് ലൈക്ക് എ ക്രാഷ് കോഴ്സ് 6 months ഒരു ഡിപ്ലോമ ചെയ്തു ടു നോ വാട്ട് ഇറ്റ് ഇസ് ഇൻ culinary. നമ്മളിപ്പോൾ നമ്മൾ ആരെങ്കിലും ട്രെയിൻ ചെയ്യാനാണെങ്കിലും നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ചെറിയ കോഡ്സ് അപ്പം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അവർ വന്നിട്ട് എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഷുഡ് ബി ഇൻ എ വേ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐ ഡിഡ് ദിസ് 6 months. First of all, you need to have a good concept, something extraordinary. And when you do something passionately ചെയ്യണം. Your love should be shown in that particular thing. ഇപ്പം ആര് ചെയ്യാനാണെങ്കിലും start with small. That is what I learned. It should be in a prime location. Location in the sense ഏതൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്യുന്നത്. ഒരു കാഫേ ഒക്കെ ആണെങ്കിൽ ഇഫ് യുവർ ഫുഡ് ഇസ് റിയലി ഗുഡ്, wherever you put, people will come hunt and come to look for you. അതല്ല, you want something like commercially side ആണെങ്കിൽ you need to have it on the main road where people can see it or vicinity ഉണ്ടാവണം. And yes, nowadays parking is very important. അപ്പോൾ പാർക്കിംഗ് നോക്കണം, അതുണ്ടോ അറ്റ്ലീസ്റ്റ് ഇഫ് ഇറ്റ്സ് എ വെരി സ്മോൾ ജോയിൻ്റ് ഓൾസോ അറ്റ്ലീസ്റ്റ് 1 or 2 cars ക്യാൻ പാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു നോക്കണം. ആൻഡ് റെൻറ്റ്, കാരണം നമ്മളുടെ മേജർ എക്സ്പെൻസസ് വരുന്ന ഒരു ഇതാണ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം. അപ്പോൾ അതെല്ലാം മിനിമൈസ് ചെയ്ത് ചെറിയ ഒരു ഏരിയ ലൊക്കേഷനാണ് ആൻഡ് യു ആർ ഗോയിങ് ടു പേ എ ബോംഷെൽ ഫോർ ഇറ്റ്, ദെൻ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ആൻഡ് യു ഷുഡ് ഹാവ് എ ഗുഡ് റാപ്പോ വിത്ത് ദ ലാൻഡ് ലോർഡ്. പിന്നെ ടൈംലി സാലറി പേയ്മെൻറ്റ്, ടൈംലി സപ്ലയർ പേയ്മെൻറ്റ്, ടൈംലി റെൻറ്റ് പേയ്മെൻറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് യു സ്റ്റാർട്ട് ഏർണിങ് യു ഡോണ്ട് കീപ്പ് എനിത്തിങ് പെൻഡിങ്. ഒന്നും എന്താ പറയുക, ഒന്ന് ക്രെഡിറ്റിൽ ഒരു സാധനം എടുക്കരുത്. You take it, pay it, finish it off. ഇല്ലെങ്കിൽ അത് കിടന്ന് പൈലപ്പം. You have to and pick one item, like anything, one concept. So don't do multi cuisine. Never do that. പിന്നെ മൾട്ടി ക്വിസിൻ എന്ന് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്ക് എൻഡ് സ്റ്റോക്കിങ്ങും എല്ലാം വരും. അപ്പോൾ ഏതെങ്കിലും സിമ്പിൾ കോൺസെപ്റ്റ്, സംതിങ് വെരി ഈസി ടു ഡു, ആൻഡ് എനി ടൈം whoever wants to come and see your kitchen, it should be as neat as that. മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ചൂസ് എ ക്വിസീൻ ദാറ്റ് ഈസ് ഈസിലി ഹാൻഡിൽ ആൻഡ് ദെൻ ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. യു നോ ഷെഫ് വിനീത് ഭാട്ടിയ, he is first Indian Michelin star chef. He is actually selling pav bhaji, pani puri and everything, but in a different way, and he won Michelin star for that. Apam that is how you need to do. How you present it, how you sell it, it's in you, how you do it. Appa anything you can choose, any cuisine you can choose, but the way you present it and way you do it, plan it and do it. Whatever your customer asks, if it is there in the menu, do it. They want something out of the way and which is legally doable, do it for them and make them happy. നമുക്കിവിടെ ആദ്യം തുടങ്ങിയപ്പം ബിക്കോസ് വി ബിലീവ് ഇൻ ഫ്രഷ് ഫുഡ് കോൺസെപ്റ്റ്. അപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരുന്നു. സോ എവറിബഡി സേസ് എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് 5 minutes 10 minutes കിട്ടും. ഫോർ അസ് ഒരു പാസ്ത ചെയ്യാൻ മാക്സിമം ടൈം എടുക്കുന്നത് 6 minutes ആണ്. ഫ്രം ഫ്രഷ് ലൈക്ക് ഹേർബ്സ് വരെ നമ്മൾ ഫ്രഷ് ഹേർബ്സാണ് യൂസ് ചെയ്യുന്നത്. സർട്ടൺ അപ്പം പാസ്ത ഒരു ഐറ്റം മാത്രമല്ല, വേറെ ഗ്രില്ലൊക്കെ വരുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. കസ്റ്റമർ ഫ്രണ്ട്ലി രീതിയിൽ ടോക്ക് ചെയ്ത് സംസാരിച്ച് അവരെ നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്ത് കൊടുക്കണം, ലൈക്ക് അവരെ നോളജബിൾ ആക്കി കൊടുക്കണം. either tell them what it is upfrontly, fair and fine, ഇത്രയാണ് ടൈം എടുക്കുന്നത്, ഇന്നാണ് സമയം. അപ്പം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കസ്റ്റമർ റിലേഷൻ ഇപ്പോൾ നമ്മൾ മോശമാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ഇൻ ഗൂഗിൾ, ദേ റിവ്യൂ യു, ദേ സീ, ദെൻ അതർ പീപ്പിൾ ഓൾസോ റീഡിങ് ദ റിവ്യൂ, അവർ അത്രയും മോശമാണ്, സോ ദെൻ ഡോണ്ട് ഗോ ദേർ. ഓർ ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, ടോക്ക് ടു ദെം, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റയിൽ ഇപ്പം യു പേ ആൻഡ് ദെൻ യു മാർക്കറ്റ് ഇറ്റ് ഔട്ട്. അപ്പം നമുക്ക് റീജിയൻ സെലക്ട് ചെയ്തിട്ട് യു ക്യാൻ സ്പ്രെഡ് ദറ്റ് തിങ്, ദറ്റ് വിൽ ഗോ ഇൻ. ബ്ലോഗേഴ്സ് ഹാവ് സർട്ടൻലി എന്താ പറയുക ഹെൽപ്പ് മീ.
ഹായ് ഗൈസ്, വെൽക്കം ടു ഫുഡ് റിവ്യൂസ് കൊച്ചി. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഇത് പോർച്ചുഗീസ് ഗ്രിൽ ഹൗസ് ആണ്. പേര് റോഷസ് കഫേ. കുറേ പേര് നമ്മൾ വന്നപ്പോൾ ഫുഡ് ബ്ലോഗേഴ്സ് വന്നു. ദേ ഹാവ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് എന്താ പറയുക ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് എനി പോസ്റ്റ് ദേ പുട്ടിൻ, അപ്പം അത്രയും ആൾക്കാർ കാണുകയാണ്. അങ്ങനെ വരുമ്പോൾ ഓക്കെ സംതിങ് ന്യൂ എന്നുള്ള രീതിയിൽ. ആൻഡ് പീപ്പിൾ ഇറസ്പെക്ട് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്, എനിത്തിങ് ന്യൂ കംസ് ഇൻ, ദേ ഹാവ് ദ ക്യൂരിയോസിറ്റി ടു കം ആൻഡ് ചെക്ക്. അപ്പം അത് കാരണം അവർ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് കമ്പയർ ടു അതർ മീഡിയാസ്. അപ്പോൾ നമ്മളൊരു ടി വി ആഡോ അല്ലെങ്കിൽ പുറത്തൊരു ഫ്ലെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ് കോസ്റ്റ് യു ക്വൈറ്റ് എ ലോട്ട്. വേറാസ് സോഷ്യൽ മീഡിയയിലാകുമ്പോൾ യു പേഡ് അപ്പ് ഫ്രണ്ട്ലി ലൈക്ക് ലിറ്റിൽ ബൈ ലിറ്റിൽ. നിങ്ങളുടെ സെയിൽ അനുസരിച്ചിട്ട് ഓരോരോ പോസ്റ്റേഴ്സും നമുക്ക് അയച്ചുകൊണ്ടിരിക്കാം. ഇറ്റ് കോസ്റ്റ് യു ലൈക്ക് 500-600 rupees. നോട്ട് എ ബിഗ് ഡീൽ. അപ്പോൾ അറ്റ് ദ സെയിം ടൈം യു ഗെറ്റ് ദ പീപ്പിൾ ഓൾസോ. പീപ്പിൾ നോ. ഇപ്പം ഏതൊരു ടേബിൾ നമ്മൾ സാധനം കൊണ്ട് വെച്ച് ഫുഡ് വെക്കുന്ന സമയം തന്നെ ദ ഫസ്റ്റ് തിങ് ദേ സ്റ്റാർട്ട് ക്ലിക്കിംഗ് പിക്ചേഴ്സ്. ദാറ്റ് വി എൻകറേജ്, കം ടേക്ക് പിക്ചേഴ്സ്. ടെൽ ഔട്ട് പീപ്പിൾ ദാറ്റ് we were once upon a time new and we had a lot of struggling moments. നമ്മൾക്ക് എടച്ചിരിയിലൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു, സെയിം നെയിം, റോച്ചസ് കാഫേ ആൻഡ് ബീസ്ട്രോ. അതൊരു 2 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്താണ് റൺ ചെയ്ത്. നമുക്കൊരു ഇന്ത്യൻ കിച്ചൺ ഉണ്ടായിരുന്നു, വി ഹാഡ് ചൈനീസ് കിച്ചൺ, നോർത്ത് ഇന്ത്യൻ, ആൻഡ് ദെൻ ഫൈനലി അവർ ഓൺ ക്വിസീൻ. 30 to 35 സ്റ്റാഫ് ഇൻസൈഡ് ദ കിച്ചൺ. അവർക്കൊക്കെ റിനൗണ്ട് ഷെഫിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യണം. സോ ആൻഡ് ബീങ് എ ലേഡി ഷെഫ് ഐ ഹാഡ് ഓൾ ഓഫ് ദീസ് ട്രബിൾസ്. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് വെക്കുന്നത് പിന്നെ ചെറുക്കന്മാർക്കൊക്കെ ഭയങ്കര കുറവും ഒക്കെ പോലെയായിരുന്നു. സോ ദേ ഡി നോട്ട് വോണ്ട് ടു ഹെൽപ്പ് മീ. സപ്പോസ് ഇപ്പോൾ 30 people, ഔട്ട് ഓഫ് 30 people they might be having team lunch. കുറച്ച് പേര് ചൈനീസ് ഓർഡർ ചെയ്യും, കുറച്ച് പേര് നോർത്ത് ഇന്ത്യൻ എടുക്കണം, കുറച്ച് പേർക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റീക്ക് വേണം, ചില ആൾക്കാർക്ക് കേരള ക്വിസിൻ മതി. അപ്പോൾ ആ കേരള താലി മീൽസിലോട്ട് പോകും. ആ കേരള എടുത്താക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കഴിയും, ചൈനീസിൻ്റെ കഴിയും, ഈ പറഞ്ഞ 2 അപ്പം അവർ വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ കഴിഞ്ഞ യൂണിറ്റിനകത്തുള്ള കസ്റ്റമേഴ്സിനുണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയണം, അന്നത്തെ സാഹചര്യം, അന്നത്തെ സിറ്റുവേഷൻസ് എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല. ദേ മേ നോട്ട് വോണ്ട് ടു ഡു. അപ്പം ആസ് യു സെഡ് ഏർലിയർ, എവറിബഡി ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. സോ ഐ എം ഓൾസോ ഗെറ്റിംഗ് വൺ. സോ ഐ വാണ്ട് ദം ടു കം ആൻഡ് give me a second chance to serve them better.